കായലരികത്ത് എന്ന് തുടങ്ങുന്ന സിനിമാ ഗാനമാണ് നാം ഇന്ന് ഈ ക്ലാസ്സിൽ പഠനവിധേയമാക്കുന്നത്. 1954 നീലക്കുയിൽ എന്ന മലയാള സിനിമ റിലീസാവുന്നത്. 1954 പ്രസിദ്ധ നോവലിസ്റ്റായിരുന്ന ഉറൂബ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉറൂബിൻ്റെ പ്രസിദ്ധമായ നോവലുകളാണ് ഉമ്മാച്ചു, സുന്ദരികളും സുന്ദരന്മാരും. ഇങ്ങനെ വലിയ നോവലിസ്റ്റായിരുന്ന ഉറൂബിൻ്റെ കഥയാണ് ഈ നീലക്കുയിലിൻ്റേത്. നീലക്കുയിലിൻ്റെ കഥ എഴുതിയത് ഉറൂബാണ്. ഈ സിനിമ സംവിധാനം ചെയ്തത് പി ഭാസ്കരനും നമ്മുടെ ചെമ്മീൻ സംവിധാനം ചെയ്ത രാമു കാര്യാട്ടും ചേർന്നാണ്. പി ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്നാണ്. പി ഭാസ്കരൻ കൊടുങ്ങല്ലൂരുകാരനും രാമു കാര്യാട്ട് ചേറ്റുവ എന്ന് പറയുന്നത് നമ്മുടെ ഈ തൃപ്രയാറും കഴിഞ്ഞു പോകുമ്പോൾ വാടാനപ്പള്ളിയും കഴിഞ്ഞു പോകുമ്പോഴാണ് ചേറ്റുവ നമുക്കറിയാം. ഈ രണ്ട് പ്രദേശത്തുള്ളവരാണ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് സംവിധാനം നിർവഹിച്ചത്. ഇപ്പം ഇരട്ട സംവിധായകർ വരുന്ന മലയാളത്തിലെ ആദ്യ സിനിമയും ഇതാണെന്ന് തോന്നുന്നു. ഈ സിനിമയിൽ, ഈ നീലക്കുയിൽ എന്ന സിനിമയിലേതാണ് ഈ കായലരികത്ത് എന്ന ഗാനം. ഈ പാട്ട് എഴുതിയത് പി ഭാസ്കരൻ തന്നെയാണ്. സിനിമാ ഗാനരചയിതാക്കളിൽ പ്രമുഖനായ പി ഭാസ്കരൻ തന്നെയാണ് ഈ പാട്ട് എഴുതിയത്. ഇതിൻ്റെ സംഗീതം കെ രാഘവൻ മാസ്റ്റർ ആയിരുന്നു. ഈ സിനിമയിൽ പാട്ടുകൾ സംഗീതം ചെയ്തത് കെ രാഘവൻ മാസ്റ്ററാണ്. കായലരികത്ത് എന്ന പാട്ടും അദ്ദേഹമാണ് സംഗീതം ചെയ്തത്. ഈ സിനിമയിൽ ഒരു പാട്ട് CV ഭട്ടതിരി എന്നയാൾ സംഗീതം ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ പാട്ടും കെ രാഘവൻ മാസ്റ്ററാണ് സംഗീതം ചെയ്തത്. ആലുവ എന്ന സ്ഥലത്ത്, എറണാകുളത്ത് അടുത്തുള്ള ആലുവയിൽ ഒരു വാടക വീടെടുത്തിട്ടാണ്, അവിടെ ഇരുന്നാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള പാട്ടുകൾ എഴുതിയത്. പി ഭാസ്കരനും എഴുതി ചിട്ടപ്പെടുത്തിയത് കെ രാഘവനും. അപ്പോൾ അവർ ഈ ആലുവ പുഴയിലിടയ്ക്ക് കുളിക്കാൻ പോകുമായിരുന്നു. രാമു കാര്യാട്ടും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയിൽ കണ്ട ഒരു പെൺകുട്ടിയെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് രചിച്ച ഒരു പ്രണയാർദ്രമായ ഗാനമാണ് കായലരികത്ത് എന്ന് കേട്ടിട്ടുണ്ട്. പ്രണയാർദ്രമായ ഗാനമാണ് കായലരികത്ത് എന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങളും ഈ പാട്ട് കേട്ടിരിക്കും. ഒരു വലിയ സവിശേഷത ഈ നീലക്കുയിൽ എന്ന സിനിമയിലെ ഗാനങ്ങൾക്ക്, അതിൽ 10 ഗാനങ്ങളാണുള്ളത്. ഈ ഗാനങ്ങൾക്കുള്ളത് ആദ്യമായിട്ടാണ് മലയാളത്തിൽ സ്വന്തം സംഗീതത്തിൽ പാട്ടുകൾ വരുന്നത്. അതിനു മുമ്പ് നമുക്ക് 40കൾ മുതൽ നമുക്ക് സിനിമയുണ്ട്. ബാലൻ എന്നുള്ള ആദ്യത്തെ ശബ്ദചിത്രത്തിൽ തന്നെ നമുക്ക് 23ഓളം പാട്ടുകൾ ഉണ്ടായിരുന്നു. ആ സിനിമ മുതൽ ഈ നീലക്കുയിലിന് തൊട്ട് മുമ്പ് വരെയുള്ള സിനിമകളിലെല്ലാം ഹിന്ദിയിൽ നിന്നോ തമിഴിൽ നിന്നോ അവിടെയൊക്കെ വരുന്ന സിനിമകളിലെ സംഗീതത്തെ ഇങ്ങോട്ട് പകർത്തുകയായിരുന്നു. അത് പകർത്തി നമ്മൾ അതിനനുസരിച്ച് പാട്ടെഴുതുകയായിരുന്നു. എന്നാൽ ആദ്യമായിട്ട് മലയാള സിനിമ സ്വതന്ത്രമായി നമ്മുടെ തന്നെ സംഗീത സംവിധായകർ വന്ന് ഈണം നൽകുന്ന രീതി. അതിനു മുമ്പ് സംഗീത സംവിധായകരൊക്കെ ഉണ്ട്, പക്ഷേ പകർത്തലായിരുന്നു. ഇവിടെ അങ്ങനല്ല. നീലക്കുയിലോടെ അത് മാറുകയാണ്. നീലക്കുയിലോടെയാണ് മലയാള സിനിമ സ്വതന്ത്രമായത്. ഹിന്ദി തമിഴ് സംഗീത ശൈലിയിൽ നിന്നും സ്വതന്ത്രമായത്, സ്വന്തം സംഗീതത്തിലെത്തിയത് ഈ നീലക്കുയിൽ എന്ന ചിത്രത്തോടെയാണ് എന്ന് പറയാം. 10 പാട്ടുകളാണ്. ഭൂരിഭാഗവും നാടോടി ഗാനങ്ങളുടെ അഴകിൽ ചിട്ടപ്പെടുത്തിയവയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 9 കെ രാഘവൻ മാഷും 1 CV ഭട്ടതിരിയുമാണ് ചിട്ടപ്പെടുത്തിയത്. എല്ലാ ഗാനങ്ങളും രചിച്ചത് പി ഭാസ്കരൻ മാഷാണ്. വളരെ പ്രസിദ്ധങ്ങളാണ് ഈ സിനിമയിലെ പാട്ടുകൾ. എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ
നീ മറക്കും. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ്. കുയിലിനെ തേടി, കുയിലിനെ തേടി കുതിച്ചു പായും മാര, പട്ടുകുപ്പായക്കാര, മാനെന്നും വിളിക്കില്ല. ഉണരുണരൂ ഉണ്ണിപ്പൂവേ, കടലാസു വഞ്ചിയേറി. പിന്നീട് നമുക്ക് പഠിക്കാനുള്ള കായലരികത്ത്, പിന്നെ ജിഞ്ചകം താരു എന്നൊരു പാട്ട്, ദൃശ്യമായുള്ളൊരു എന്നൊരു പാട്ട്, മിന്നും പൊന്നും കിരീടം, അതാണ് CV ഭട്ടതിരി സംഗീതം ചെയ്തത്. ഇങ്ങനെ 10 പാട്ടുകളാണ് ഈ സിനിമയിൽ ഉള്ളത്. ഈ നീലക്കുയിൽ എന്ന സിനിമ അതിൽ പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് പുലയ സമുദായത്തിൽ ജനിച്ച നീലി എന്ന ഒരു പെണ്ണ്. അവള് ഒരു സവർണ ഹിന്ദുവിനെ പ്രണയിക്കുന്നു. പുലയ സമുദായത്തിൽ ജനിച്ച പെൺകുട്ടി സവർണ സമുദായത്തിൽ ജനിച്ച ഒരാളെ പ്രണയിക്കുന്ന ആ കഥ പറയുന്ന സിനിമയാണത്. അത്രയ്ക്കും പുരോഗമന സ്വഭാവമുള്ള സിനിമയാണ് ഇത് എന്ന് നാം മനസ്സിലാക്കണം. ഈ സിനിമയിലെ മുഖ്യ കഥയുമായിട്ട് നമ്മുടെ ഈ കായലരികത്ത് എന്ന പാട്ടിന് നേരിട്ട് ഒരു ബന്ധവുമില്ല എന്ന് കാണാം. പക്ഷേ പ്രണയം സിനിമയിലെ മുഖ്യ പ്രമേയമാണ്. ആ പ്രമേയത്തോട് ഈ പാട്ടിന് ബന്ധമുണ്ട് താനും. ഈ നീലിയുടെ പ്രണയത്തിന് ഒപ്പം, ഇതാ ശ്രദ്ധിക്കേണ്ടത്, നീലിയുടെ പ്രണയത്തിനൊപ്പം കായലരികത്തെന്ന പാട്ടിലെ പ്രണയത്തെയും ചേർത്ത് നിർത്തുകയാണ് P. ഭാസ്കരൻ. അതായത് പുലയ സമുദായത്തിലെയും സവർണ സമുദായത്തിലെയും രണ്ടുപേരുടെ പ്രണയമാണ് ഇതിൻ്റെ പ്രധാന തീം എങ്കിൽ അതിനകത്തേക്ക് മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിലെ ഒരു പ്രണയം കൂടി തുന്നിച്ചേർക്കുകയാണ് ഈ കായലരികത്ത് എന്ന പാട്ടിലൂടെ. നമുക്കിപ്പോൾ മനസ്സിലാകും മുസ്ലിം സമുദായത്തിൽ നിന്നാണ് അതിലെ ഈ പാട്ടുപാടുന്ന കഥാപാത്രം മൊയ്തു എന്ന കഥാപാത്രം. അതൊരു സൈഡ് ക്യാരക്ടറാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സിനിമ പുരോഗമനപരമായ സിനിമയാണ്. അത് മുന്നോട്ട് വയ്ക്കുന്ന ഈ പുരോഗമന ആശയങ്ങളുടെ ഭാഗമാണ് ഇതിനകത്തുള്ള പ്രണയസങ്കല്പം. അതുകൊണ്ടാണ് ഈ ഈ മുഖ്യ കഥയുമായി ബന്ധമില്ല എങ്കിലും ഈ പാട്ട് വളരെ സജീവമായി മാറിയത്. മൊയ്തു എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സൈഡ് ക്യാരക്ടറാണ് ഈ പ്രണയഗാനം പാടുന്നത്. മൊയ്തു എന്ന ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ഒരാളാണ്, ഒരു കഥാപാത്രമാണ്. അന്ന് കോഴിക്കോടുണ്ടായിരുന്ന ഒരു നാടക നടനുണ്ട്, ബാലകൃഷ്ണ മേനോൻ. അദ്ദേഹമാണ് മൊയ്തുവായി അഭിനയിച്ചിരിക്കുന്നത്. നീലക്കുയിൽ ഇന്ത്യയിലെ തന്നെ മികച്ച 2ാമത്തെ ചലച്ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ഓർക്കണം. തനി കേരളീയമായ ഗ്രാമാന്തരീക്ഷം ആണ് ഈ സിനിമയിലുള്ളതെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മൊയ്തുവിന് ഒരു പെണ്ണിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രണയം ഗാനമായി മാറുകയാണ്. ഈ പാട്ട് സംഗീതം ചെയ്ത രാഘവൻ മാസ്റ്റർ തന്നെയാണ് ഈ പാട്ട് പാടിയതും. ആദ്യം ഈ പാട്ട് മറ്റൊരാളെ കൊണ്ട് പാടാൻ ആലോചിച്ചു, പക്ഷേ നിർമ്മാതാവ് സമ്മതിച്ചില്ല. രാഘവൻ മാസ്റ്റർ തന്നെ, കെ രാഘവൻ മാസ്റ്റർ തന്നെ പാടണമെന്ന നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു, നിർമ്മാതാവിന്. അതുകൊണ്ട് ഈ പാട്ട് പാടിയിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹം ഈ പാട്ടിനെ പറ്റി ഒരു കമൻ്റ് നടത്തിയിട്ടുണ്ട്, രാഘവൻ മാസ്റ്റർ. ഇത് സംഗീതം ചെയ്ത് പാടിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ വലയെറിഞ്ഞത് കായലിലേക്കല്ല, സംഗീതത്തിൻ്റെ കടലിലേക്കാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവായി മാറി ഇത് പാടിയത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ വലയെറിഞ്ഞത് കായലിലേക്കല്ല, കടലിലേക്കാണ്. എന്തിൻ്റെ സംഗീതത്തിൻ്റെ കടലിലേക്കാണ്. ഇപ്പം മൊയ്തു എന്ന, നേരത്തെ പറഞ്ഞിരുന്ന എന്ന കഥാപാത്രമാണ്. അയാളൊരു ചായക്കടയിലിരുന്ന്, അയാളൊരു മീൻപിടുത്തക്കാരനാണ്. ചായക്കടയിലിരുന്ന് ഈ മീൻവല നന്നാക്കുകയാണ്, മീൻവല നെയ്യുകയാണ്. ഒപ്പം
ഈ പാട്ട് പാടുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ചിത്രീകരണം. കടയിലുള്ളവർ, ഈ ചായക്കടയിലുള്ള ഒരു പാട്ട് ആസ്വദിക്കുന്നുണ്ട്. പാട്ട് കേട്ട് ഒക്കത്ത് ഒരു കുടവുമായി വരുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയെയും നമുക്ക് കാണാം. മുസ്ലിം സമുദായത്തിൽ ജനിച്ച പെൺകുട്ടിയെയും നമുക്ക് കാണാം. ശരിക്കും ചായക്കട എന്ന് പറയുന്നത് അക്കാലത്ത് ജാതിക്കും മതത്തിനുമെല്ലാം അപ്പുറം എല്ലാവരും ഒരുമിച്ച് കൂടുന്ന പൊതുവായ ഇടമായിരുന്നു. അവിടെയാണ് ഈ ഗാനം ചിത്രീകരിക്കുന്നത് എന്നതും പ്രസക്തമാണ്. ഈ പാട്ട് പഠിക്കുമ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് പഠിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ പാട്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. ഒന്ന്, പ്രേമം എങ്ങനെയാണ് ഈ നാടൻ പ്രേമം ഈ പാട്ടിൽ അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, നമ്മുടെ സംസ്കാരത്തിൻ്റെ അടയാളങ്ങൾ, സംസ്കാരത്തിൻ്റെ സൂചനകൾ ഈ പാട്ടിനകത്തുണ്ടോ? നമ്മുടെ സാംസ്കാരിക ജീവിതം, കഴിഞ്ഞുപോയ സാംസ്കാരിക ജീവിതത്തിൻ്റെ എന്തെങ്കിലും അടയാളങ്ങൾ നമുക്കിതിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമോ? ഈ 2 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന്, പ്രണയം എങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നു. മറ്റൊന്ന്, സംസ്കാരത്തിൻ്റെ സൂചനകൾ ഈ പാട്ടിൽ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു. ഈ 2 കാര്യങ്ങളും ഒരുമിച്ച് പഠിച്ച് പോകേണ്ടതുണ്ട്. ശ്രദ്ധിക്കുക. നമ്മൾ ഈ പാട്ടിലേക്ക് കടക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ മൊയ്തു എന്ന കഥാപാത്രത്തിൻ്റെ പ്രണയാഭ്യർത്ഥനയാണ് ഈ പാട്ട്. പ്രണയാഭ്യർത്ഥനയാണ് ഒരു പെണ്ണിനോടുള്ള. നോക്കുക. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി, പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. നോക്ക, ഇതെന്തിൻ്റെ ഈണാണ് നിങ്ങൾക്കറിയാം. എന്തിൻ്റെ ഈണാണ്? ഇതിൻ്റെ മാപ്പിളപ്പാട്ടിൻ്റെ ഈണമാണ് ഈ രാഘവൻ മാസ്റ്റർ ഈ പാട്ടിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്, അല്ലേ? വടക്കേ മലബാറിൻ്റെ ഈണമാണത്. വടക്കേ മലബാറിൻ്റെ ഈണമാണ്. മാപ്പിളപ്പാട്ടിൻ്റെ ശൈലിയിൽ, മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിലാണ്. ആദ്യത്തെ വരി തന്നെ നോക്കുക. കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി. ഒരു തക്കം വന്നു. ഈ കായലിലാണോ വലയെറിയുന്നത് അതോ കായലരികത്താണോ വലയെറിയുന്നത്? സാധാരണ നമ്മൾ കായലിലാണ് വലയെറിയുന്നത്. എന്താണ് പിന്നെ പാട്ട് ഇങ്ങനെ ആകാൻ കാരണം? ഇതിനുത്തരം ഇതിൻ്റെ എഴുത്തുകാരനായ ഭാസ്കരൻ മാഷ് തന്നെ, പി ഭാസ്കരൻ മാഷിനോട് തന്നെ ചോദിച്ചു. അദ്ദേഹം തന്നെ അതിനുത്തരം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, കായലിൽ പോയി വലയെറിഞ്ഞാൽ എന്ത് കിട്ടും? നിങ്ങൾ തന്നെ പറ, എന്ത് കിട്ടും? മീൻ കിട്ടും. കായലിൽ പോയി വലയെറിഞ്ഞാൽ മീൻ കിട്ടും, അല്ലേ? എന്നാൽ കായൽ മീൻ കിട്ടും. കായലരികത്ത് വലയെറിഞ്ഞാലേ, അദ്ദേഹം പറഞ്ഞു, വളകിലിക്കിയ സുന്ദരിയെ കിട്ടൂ. ഇതാണ് ഭാസ്കരൻ മാഷ് പറഞ്ഞത്. അപ്പൊ അതെന്തിൻ്റെ വലയാണ്? എന്തിൻ്റെ വലയാണ് അപ്പോൾ അവിടെ എറിയുന്നത്? പ്രണയത്തിൻ്റെ വല. പ്രണയത്തിൻ്റെ വലയാണ് എറിയുന്നത്. ശ്രദ്ധിക്കുക. അതാണ്, കായലരികത്ത് വലയെറിഞ്ഞാലേ വളകിലിക്കിയ സുന്ദരിയെ കിട്ടൂ. പ്രണയത്തിൻ്റെ വലയെറിഞ്ഞപ്പം അവിടെ ഒരു സുന്ദരി വന്നു, വളകിലിക്കിയ സുന്ദരി. ഒരു റൊമാൻറ്റിക് ഭാവനയാണത്. അവിടുന്ന് തുടങ്ങുന്നത് ഒരു റൊമാൻറ്റിക് ഭാവന. പ്രണയം ആരംഭിക്കുകയാണ്. പ്രണയത്തിൻ്റെ വലയെറിഞ്ഞപ്പോൾ ആര് വന്നു? വളകിലിക്കിയ സുന്ദരി വന്നു. പ്രണയത്തിൻ്റെ പക്ഷത്ത് ഇത്രയും അർത്ഥമുണ്ടെങ്കിൽ ഇവിടെ സംസ്കാരം, നമ്മുടെ സംസ്കാരത്തിൻ്റെ സൂചനകൾ വല്ലതും ഉണ്ടോ? കായൽ നമ്മുടെ, അല്ലേ, നമ്മുടെ നാടിൻ്റെ ഒരു ഇത്രയും ജലമുള്ള, കേരളം പോലെ ഇത്രയും ജലം പങ്കിടുന്ന ഒരിടം ലോകത്ത് അപൂർവമാണ്. ഇത്രയും ജലം. ആ ജലസംസ്കാരത്തിൻ്റെ പ്രധാന ഭാഗമാണ് നമ്മുടെ കടലും കായലും. ആ കായലിനെ കൊണ്ടുവന്നിരിക്കുന്നത്. എത്രയോ കായലുകൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഭൂമിയെ അടയാളപ്പെടുത്തുന്നു. അതാണ് സംസ്കാരത്തിൽ വരുന്നതാണ്. കായലിനെ അടയാളപ്പെടുത്തുന്നു. പിന്നെ വലയെറിയുക നമ്മുടെ വലിയൊരു
വലിയൊരു അധ്വാനത്തെ, ഏതാണത്? മീൻപിടുത്തം, മത്സ്യബന്ധനം, നമ്മുടെ തൊഴിൽ സംസ്കാരത്തെ സൂചിപ്പിക്കുന്നു. ഇനിയും ഒരു കാര്യം കൂടിയുണ്ട് ആ 2 വരിയിൽ. എന്താണ്? വള നമ്മുടെ ആഭരണ രീതി, അത് നമ്മുടെ സംസ്കാരമാണ്. വളയിടുക, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ആ 2 വരിയിൽ നിന്ന് കിട്ടുന്നു. പ്രണയത്തിൻ്റെ പക്ഷത്ത് നമ്മൾ ആദ്യം വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. ഇനി നോക്കുക, അങ്ങനെയുള്ള സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. അതാണ് അവളോട് പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു അഭ്യർത്ഥനയാണ്. നീ പെണ്ണുകെട്ടിൻ്റെ കുറിയെടുക്കുമ്പോൾ, നീ കുറി വെക്കുമ്പോൾ ചിട്ടി ഇല്ലേ, കുറി ചിട്ടിയാണ് എടുക്കുമ്പം ഒരു നറുക്ക് എനിക്ക് കൂടി തരണേ, എന്നെ കൂടി ഒന്ന് ചേർക്കണേ, എന്നെ കൂടി ഒന്ന് പരിഗണിക്കണേ. പ്രണയം, നീ പെണ്ണുകെട്ട് നിന്റെ വിവാഹത്തിലേക്ക് കിടക്കുമ്പോൾ എന്നെ കൂടി ഒന്ന് പരിഗണിക്കണേ. ഇവിടെ സംസ്കാരത്തിൻ്റെ സൂചനയുണ്ട്. കുറി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒന്നാണ് അല്ലേ. ചിട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇനി മറ്റൊന്നുകൂടി അവിടെയുണ്ട് കേട്ടോ. അതായത് മറ്റൊന്നുകൂടിയുണ്ട്. ഈ വടക്കേ മലബാറിൽ ഈ കുറിക്കല്യാണം എന്നൊരു സംഭവമുണ്ട്. അതിൻ്റെ ഒരു സൂചന നമുക്കവിടെ വേണം കണ്ടെത്താം. വടക്കേ മലബാറിൻ്റെ സംസ്കാരത്തിൽ ഈ യാതൊരു ഔപചാരികതയും ഇല്ലാത്ത ഒരുതരം സാമ്പത്തിക ഇടപാടുണ്ട്. ജാതി മതഭേദമൊന്നും ഇല്ല അവിടെ. കല്യാണം നടക്കുമ്പോൾ നാട്ടുകാർ കല്യാണത്തിന് സഹായിക്കും. അതാണ് കുറിക്കല്യാണം. അങ്ങനെയുണ്ട്, പണപ്പയറ്റെന്നൊക്കെ പറയും. അപ്പം അതിൻ്റെ സൂചന കൂടി അവിടെയുണ്ട്. ഇതിപ്പം വടക്കേ മലബാറിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഒരു വലിയ സംഭവമാണത്. ജാതിയോ മതമോ ഒന്നും ഇല്ലാതെ നാട്ടുകാർ വന്ന് കല്യാണത്തിന് പണപ്പയറ്റ് നടത്തി സഹായിക്കും. കുറിക്കല്യാണം എന്ന് വിളിക്കുക. അതിൻ്റെ ഒരു ഓർമ്മ കൂടി നമുക്ക് ഈ വരികളിൽ കാണാം. എന്തായാലും അതാണ് അതിൻ്റെ സാംസ്കാരിക ജീവിതത്തിൻ്റെ അടയാളങ്ങൾ അതാണ്. പക്ഷെ അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ എന്നുള്ള പറച്ചിൽ, അഭ്യർത്ഥന. കണ്ണിനാലെൻ്റെ കരളിനുരുളിയിൽ എണ്ണ കാച്ചിയ നൊമ്പരം. ശ്രദ്ധിക്കണം, അവളുടെ നോട്ടാണ്. കണ്ണിലാലെൻ്റെ കരളിനുരുളിയിൽ. ആ പ്രാസങ്ങളൊക്കെ നോക്കുക. കരളിനുരുളി, കണ്ണിനാലെൻ്റെ കരളിനുരുളിയിൽ. കരള് മനസ്സാണ്. എൻ്റെ മനസ്സിൻ്റെ ഉരുളിയിൽ എന്ത് കാച്ചി? എണ്ണ കാച്ചിയ നൊമ്പരം. അവളുടെ നോട്ടം എൻ്റെ ഉള്ളിൽ എണ്ണ പോലെ തിളച്ചു മറിഞ്ഞു. വേദനയായിട്ട് കച്ചിയ നൊമ്പരം വേദനയായിട്ട് തിളച്ചു മറിഞ്ഞിരിക്കുന്നു കേട്ടോ. അത് എനിക്ക് പ്രണയത്തിൻ്റെ ഒരു വേദനയുണ്ടല്ലോ, അതെനിക്ക് പ്രണയികൾ അനുഭവിക്കുന്ന വേദന, അതുപോലൊരു നോട്ടായിരുന്നു അവളുള്ളത്. സാധാരണ എണ്ണ കാച്ചുന്നത് ഈ വേദന കുറയ്ക്കാനാണ്, ഇവിടെ വേദന കൂട്ടാനാണ് എണ്ണ കാച്ചുന്നത്. എണ്ണ പോലെ തിളച്ചു മറിഞ്ഞു നീ. അവളുടെ നോട്ടത്തിൻ്റെ അത് ഭയങ്കര നോട്ടം. കണ്ണിനാലെൻ്റെ കരളിനുരുളിയിൽ. ഈ കുഞ്ചൻ നമ്പ്യാർ പറയുന്നുണ്ട്, കണ്ണിണ കൊണ്ട് കടുകു വറുക്കുന്ന പെണ്ണിനെ പറ്റി പറയുന്ന. ഈ കണ്ണ് കൊണ്ടിങ്ങനെ നോക്കുന്നതിനെ പറ്റി പറഞ്ഞ അതിനോട് ഉപമിക്കരുത്. കണ്ണിണ കൊണ്ട് കടുകു വറുക്കുന്നു. തിളയ്ക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. മനസ്സങ്ങ് തിളച്ചുപോയി. വേദന കിടന്ന് തിളയ്ക്കുക. വേദന ഉണ്ടാവും പ്രണയത്തിൽ. പിന്നെ അവിടെ നമുക്ക് 2 സംസ്കാര സൂചകവും കൂടി കിട്ടും. ഒന്ന് നമ്മുടെ വീട്ടുപകരണങ്ങളിൽ പ്രധാനം, നമ്മുടെ തനതായ വീട്ടുപകരണം നമുക്ക് ഈ പാട്ടിൽ നിന്ന് കിട്ടുന്നു, ഉരുളി. പിന്നെ നമ്മുടെ വലിയൊരു ശീലമാണ് എണ്ണ കാച്ചുക. അടുക്കള ശീലങ്ങളിൽ ഒന്നാണ് എണ്ണ കാച്ചുക അല്ലേ, കുളിക്കാനൊക്കെ. അപ്പം ഭയങ്കരമായ വേദനയുണ്ടായി ഉള്ളിലെ അവളുടെ നോട്ടം കണ്ടിട്ട്. കൽബിലറിഞ്ഞപ്പോൾ ഇന്നു ഞമ്മള്, അത് ശരിക്കും കൽബിൽ മനസ്സിൽ അറിഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ
മനസ്സിൽ അത് ശരിക്കും അത് മനസ്സിലായി. ആ വേദന മനസ്സിലായപ്പോഴേക്ക് പ്രണയത്തിന്റെ വേദനയാണത്. അതുണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാകുമെന്ന് അടുത്ത വരിയിൽ കൃത്യമായി പറയുന്നത്. കയറ് പൊട്ടിയ പമ്പരം. കയറിനകത്ത് പമ്പരം നിന്നാൽ ക്രമത്തിൽ നിൽക്കും. കയറ് പൊട്ടിപ്പോയാലോ ഒരു ക്രമവും ഇല്ലാതെ കിടന്ന് കറങ്ങുന്നത്. എല്ലാ ക്രമങ്ങളും തെറ്റിപ്പോകും പ്രേമം വന്നാൽ. പ്രേമത്തിന്റെ വേദന വന്നപ്പോഴേക്ക് ഏകാഗ്രത നഷ്ടപ്പെട്ടു. ഒന്നിലും ശ്രദ്ധിക്കാൻ വയ്യാതായി. എൻ്റെ ക്രമം തെറ്റിപ്പോയി. അതാണ് കയറ് പൊട്ടിയ പമ്പരം. നാടൻ കൽപ്പനകളിലൂടെയാണ്. ശ്രദ്ധിക്കുക നിങ്ങൾ, നാടൻ കൽപ്പനകളാണ്, നാട്ടുംപുറത്തെ ഭാവനയാണ് പ്രയോഗിക്കുന്നത്. നാട്ടുംപുറത്തെ ഭാവന. മറ്റൊന്നിവിടെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അനലൈസ് ചെയ്യുമ്പം അവിടെ ഇസ്ലാം സംസ്കൃതിയുടെ ഭാഷ വരുന്നു. ഖൽബ്, ഞമ്മള്, അല്ലേ അല്ലേ ഇസ്ലാം ജീവിത പശ്ചാത്തലത്തിലെ ഭാഷ കടന്നു വരുന്നു എന്ന് പറയാം. നീ നോക്കൂ. ചേറിൽ നിന്നു വളർന്നു പൊന്തിയ ഹൂറി നിന്നുടെ കൈനാൽ. അവിടെയും ഈ ആദ്യം നമ്മൾ പ്രണയത്തിന്റെ പക്ഷത്ത് നോക്കുമ്പോഴേക്ക് അവള് ചേറിൽ നിന്ന് വളർന്നു ചേറ് ദാരിദ്ര്യത്തിൽ നിന്ന് വന്ന പെൺകുട്ടിയാണ്. ഹൂറി, സുന്ദരി. അവളുടെ കൈയിനാൽ നെയ്ച്ചോറു വെച്ചതു തിന്നുവാൻ കൊതി ഏറെയുണ്ടൻ നെഞ്ചിലായി. അവളുടെ കൈ കൊണ്ട് വെച്ച നെയ്ച്ചോറ് അത് തിന്നാനായിട്ട് ഭയങ്കര കൊതി. ഏതെങ്കിലും ബിരിയാണിക്കടയിൽ നിന്ന് മേടിക്കുന്ന നെയ്ച്ചോറല്ല. ഇതിലും രുചിയുള്ള നെയ്ച്ചോറ് ബിരിയാണിക്കടയിൽ കിട്ടും. പക്ഷെ അതല്ല ഏറ്റവും രുചി. ഇവളുടെ കൈ കൊണ്ട് വെച്ച നെയ്ച്ചോറ്. ഇത് പ്രണയത്തിന്റെ ഒരു അല്ലേ. അവളുടെ പ്രത്യേകത, അവൾ മാത്രം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയായി മാറുന്നു. അവളാകട്ടെ ദാരിദ്ര്യത്തിൽ നിന്ന് വന്ന സുന്ദരിയാണ്. അതാണ് അങ്ങനെയുള്ള ദരിദ്രമായ അവസ്ഥയിൽ നിന്ന് വളർന്നു പൊന്തിയ, അവിടുന്ന് പൊന്തി വന്ന ഹൂറി സുന്ദരിയാണ്. അവളുടെ കൈയിനാൽ നെയ്ച്ചോറ് വെച്ചത്. ഇതാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഇസ്ലാം ജീവിത പശ്ചാത്തലം, ഇസ്ലാം ഭക്ഷണ സംസ്കാരം, രണ്ടെണ്ണം അതിനകത്ത് വരുന്നുണ്ട്. ഇസ്ലാം ജീവിത പശ്ചാത്തലത്തിലാണ് ഈ ഹൂറി തുടങ്ങിയ പദങ്ങൾ വരിക, വളർന്നു എന്നുള്ള പ്രയോഗം വരിക. ഒപ്പം തന്നെ നെയ്ച്ചോറ്, അവരുടെ ഭക്ഷണ രീതി വരുന്നു. അങ്ങനെ നമ്മുടെ സംസ്കാരത്തിന്റെ അടയാളങ്ങളും ഒപ്പം വരുന്നു. മറ്റൊന്ന് ഈ പ്രണയത്തിനകത്താണെങ്കിൽ ഈ വേറിട്ട ആഹാരമായി മാറുന്നു. അവൾ വെച്ച് കൊടുക്കും, അവളുടെ കൈകൊണ്ട് വെച്ചത്. അതാണ് തൻ്റെ കൊതി. അത് വേറിട്ടതാണ്. അത് വഴിമാറി നടക്കുന്ന ആഹാരമാണ്, മറ്റുള്ളവരുടെ വഴിയിലല്ല. പ്രണയം എല്ലാ വഴിയും നിന്നും വ്യത്യസ്തമായ ചെന്ന് മുട്ടുക. അതാണ് വമ്പഴും നിന്റെ പുരിക കൊടിയുടെ അമ്പു കൊണ്ടു ഞരമ്പുകൾ. ഇതൊരു ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. വമ്പഴും നിന്റെ പുരികക്കൊടിയുടെ അമ്പു കൊണ്ട്. നിന്റെ പുരികക്കൊടിയുടെ അമ്പ് കാമുകിയുടെ നോട്ടം തന്നെയാണ്. ഇപ്പോഴും നേരത്തെ പറഞ്ഞ ആ പുരികക്കൊടി ഇങ്ങനെ വെച്ചിട്ട് നീന്റെ നോട്ടത്തില്, നോട്ടം എന്ന് പറയുന്നത് ശരിക്കും ഈ പുരികക്കൊടി അമ്പ് പോലെ ഇരിക്കുന്നു. അമ്പ് എറിയുന്ന പോലെയാ നോക്കുന്നേ. അമ്പ് എറിയുന്ന പോലെയാ നോക്കുന്നേ. ഹൃദയഞരമ്പുകളാ, ഞരമ്പുകള്. അപ്പൊ അങ്ങനെ നോട്ടത്തില് ഈ ഹൃദയഞരമ്പുകൾക്ക് എന്തു പറ്റി? അത് തകർന്നുപോയി, ഹൃദയം തകർന്നുപോയി അവളുടെ നോട്ടത്തില്. വമ്പഴും നിന്റെ പുരികക്കൊടിയുടെ, ഈ പുരികക്കൊടി എന്ന് പറയുന്നത് അമ്പാണ്. വമ്പഴും നല്ല വമ്പുള്ള അമ്പാണ്. ആ പെണ്ണിന്റെ നോട്ടം അമ്പ് തറയ്ക്കുന്നത് പോലെയാണ് ആ നോട്ടം. എൻ്റെ ഹൃദയഞരമ്പുകൾക്ക് എന്തു പറ്റി? അത് തകർന്നുപോയി എന്ന് പറയാം. എങ്ങനെയാ? കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോയി. കമ്പൊടിഞ്ഞ ഒരു ശീലക്കുട, ഒരു കൊട, തുണി കൊണ്ടുണ്ടാക്കിയുള്ള കൊടയുണ്ടല്ലോ, അതാ ശീലക്കുട. ആ കൊടയുടെ ഈ കമ്പൊടിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കമ്പിയൊക്കെ വളയും. അതുപോലെ ആയിപ്പോയി എൻ്റെ ഹൃദയഞരമ്പുകൾ. എൻ്റെ ഹൃദയം ഡിസോർഡറായിപ്പോയി എന്നർത്ഥം. ഹൃദയം ഡിസോർഡറായിപ്പോയി. വമ്പഴും നിന്റെ പുരികക്കൊടിയുടെ അമ്പു കൊണ്ടു ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ
കമ്പി പോലെ വലിഞ്ഞുപോയി. കാമുകിയുടെ നോട്ടത്താൽ തകർന്നുപോയ കാമുകന്റെ ഹൃദയഞരമ്പുകൾ കമ്പടിഞ്ഞ ശിലക്കുടയുടെ കമ്പി പോലെ വളഞ്ഞു പോകുന്നു. നോക്കുക, തകർന്നുപോയി അയാൾ. തനി നാടൻ മട്ടില് തുറന്നു പറയുന്ന രീതിയിലാണ് പ്രണയം ഇവിടെ, അല്ലാതെ സാഹിത്യ ഭാഷയിലൊന്നുമല്ല പ്രണയം. ശ്രദ്ധിച്ചോ? ഇപ്പൊ ചില പാട്ടുകൾ നമുക്കറിയാം. അപ്പം ഈ ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നും പ്രണയ പ്രവാഹമായി വന്നു, അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കും പ്രഥമോദ ബിന്ദുവായി തീർന്നു. ഇതും പ്രണയ. പക്ഷെ നോക്കൂ, ഹിമശൈല സൈകത ഭൂമി, പ്രണയപ്രവാഹം, ഇങ്ങനെയുള്ള സാഹിത്യ ഭാഷ ഇവിടെയുണ്ടോ? ഇവിടെ ഇല്ല. അതാ സാഹിത്യ ഭാഷയുടെ ബോധപൂർവമായി അതിനെ ഇല്ലാതാക്കി കളയുക. എന്നിട്ട് നമ്മളൊരു നാടൻ മട്ടിലുള്ളൊരു തുറന്നു പറച്ചിലിനെ കൊണ്ടുവരിക. അതാ ഇവിടെ ചെയ്തിരിക്കുന്നത്. നാടൻ മട്ടിലുള്ള തുറന്നു പറച്ചിൽ നാടൻ കൽപ്പനകളിലൂടെ അവതരിപ്പിക്കുന്നു. ഇവിടെ എന്താണ് ഇവിടെ ഉള്ള നമുക്ക് സംസ്കാര സൂചന എന്ന് പറയുന്നത് നമുക്ക് എടുക്കാനാണെങ്കിൽ ശീലക്കുട, തുണി കൊണ്ടുള്ള കുട, അത് നമ്മുടെ നാട്ടിലുള്ളതാണ്. അതാണ് ഇതിനകത്താകെ എടുക്കാൻ പറ്റുന്ന സംസ്കാര സൂചനയായിട്ട് ഉള്ളത്. നോക്കൂ, കുടവുമായി പുഴക്കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി. നോക്കൂ, അപ്പോഴാണ് ഈ കുടവുമായിട്ട് ഇതിനകത്തൊരു പെൺകുട്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മൾ. ഈ സിനിമയിലുണ്ട്, ഗാന ചിത്രീകരണം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം. ഈ നാട്ടിൻപുറ കാഴ്ചകളുടെ ഒരു ഉത്സവമാണ് ഈ ഗാന ചിത്രീകരണം. നാട്ടിൻപുറത്തെ കാഴ്ച. പുഴക്കടവിലേക്ക് പോവുക കുടവായിട്ട്. അങ്ങനെ എന്നെ തടവിലാക്കി ഈ പെണ്ണ്. അതാണ്, ഈ പെണ്ണെന്നെ തടവിലാക്കി, പ്രണയത്തിന്റെ തടവിലാക്കി. അതാ ഒടുവിലി എന്നെ സങ്കട പുഴ നടുവിലാക്കരുതിക്കളി. ഒടുവില് ഇത് പറയാ, അവസാനം എന്നെ സങ്കടത്തിന്റെ പുഴയിലേക്ക് വലിച്ചെറിയരുത് കേട്ടോ. പ്രണയമുണ്ട് ഇപ്പൊ തന്നെ പറയണം കേട്ടോ. സങ്കടത്തിന്റെ പുഴയിലേക്ക് എന്നെ വലിച്ചെറിയരുത്. ഇതാണ്. നോക്കൂ, അവിടെ കടന്നു വരുന്ന സംസ്കാരത്തിന്റെ അടയാളം ഏതാണ്? പുഴക്കടവാണ്. നമ്മുടെ മലയാളത്തിന്റെ, കേരളത്തിന്റെ സവിശേഷമായ ഇടമാണ് പുഴക്കടവ് എന്ന് പറയുന്നത്. എത്രയോ പുഴകൾ നമുക്ക്, എത്രയോ കടവുകൾ, അല്ലേ? എത്രയോ കടവുകൾ, എത്രയോ പുഴകൾ. നമ്മുടെ മലയാളത്തിന്റെ സംസ്കൃതി അവിടെ കടന്നു വരുന്നുണ്ട്. ഇനി പാട്ട് അവസാനിക്കുമ്പോൾ അയാൾ പറയുകയാണ്, അപ്പൊ പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ തന്നെ, എന്നെ എന്നെ ഈ സങ്കടത്തിന്റെ പുഴയിലാക്കരുത്. ഈ കളി അവസാനം അവിടെ പോയി നിൽക്കരുത്. അവസാനം പ്രേമമില്ല എന്ന് പറയരുത്. നോക്കൂ, വേറെയാണ് വിചാരമെങ്കിൽ, നിന്റെ വിചാരം വേറെ എന്തെങ്കിലും ആണെങ്കിൽ നേരമായതു ചൊല്ലുവാൻ, എന്നോട് നിനക്ക് പ്രണയമില്ലെങ്കിൽ അതാണ് നീ അത് തുറന്നു പറയണം. അതാ, വെറുതെ ഞാനെന്തിനെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ്. അത് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാലേ അത് മനസ്സിലാവും. ഞാൻ എന്തിനാണ് ഈ ഈ ചൂടുള്ള വെയിലത്ത് കയ്യിലും കുത്തി നടക്കുന്നത്? ശ്രദ്ധിക്കുക. എരിയുന്ന വെയിലത്ത് പോലെ ആയി ഞാൻ. അല്ലാതെ പ്രണയത്തിന്റെ വേദന എനിക്കുണ്ട് ഇപ്പൊ തന്നെ. അതാ എരിയുന്ന വെയിലത്തെന്ന് പറഞ്ഞ്. ഇനി അവിടെ കയ്യിലും കുത്തി ഞാൻ എന്തിനാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ യാതൊരു അർത്ഥവുമില്ലാതെ നടക്കുന്നത് എന്തിനാണ്? അത് പറയുന്നതിനകത്തും ഒരു സംസ്കാര സൂചനയുണ്ട്. അതായത് വടക്കേ മലബാറിൽ തന്നെ ഈ മരപ്പണി പഠിക്കാൻ ചെല്ലുന്ന കുട്ടികൾക്ക് അവരെ ആദ്യം പഠിപ്പിക്കുന്നത് ചെറിയ കൈലുകൾ ഉണ്ടാക്കാനാണ്. അത് പഠിക്കും. പിന്നീടാണ് കസേരയും മേശയും അലമാരിയും ഒക്കെ ഉണ്ടാക്കാൻ പഠിക്കുക. പക്ഷേ ഇവർ പ്രായമായി കഴിഞ്ഞാൽ, ഒരു ആശാരി പ്രായമായി 80 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ അവരെ ഉപേക്ഷിക്കത്തില്ല ഈ പണിക്കാർ. അവരിരുന്നോളാൻ പറയും. അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ സമയത്ത്. അപ്പോൾ അവരോട് പറയും, വെറുതെ ഇരിക്കണ്ട, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന എന്താ? കയ്യിൽ, പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാതെ കയ്യിലുണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറയും. അവർ കയ്യിലുണ്ടാക്കിക്കൊണ്ടിരിക്കും. യാതൊരു അർത്ഥവുമില്ല. അവർക്ക് പൈസ കൊടുക്കാൻ വേണ്ടി ഒരു ഏർപ്പാടാണ്. അല്ലാതെ കയ്യിൽ ഉണ്ടാക്കാൻ വേണ്ടിയല്ല. വലിയ അലമാരയൊക്കെ പണിയുന്ന സ്ഥലത്ത് കയ്യിലെന്തിന്
അലമാര പണിയുന്ന സ്ഥലത്ത് ഇവരിയ്ക്കുമ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. 80 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ, മുതിർന്നു കഴിഞ്ഞാൽ കയ്യിലിങ്ങനെ അത് അങ്ങനെ പ്രയോഗമുണ്ട്. എന്തിനാണോ കയ്യിലും കുത്തി വെറുതെ നടക്കുന്നത്? ഈ മുതിർന്ന ആശാരിമാര് കയ്യിൽ കുത്തിയിരിക്കുക പക്ഷെ യാതൊരു അർത്ഥവും ഇല്ലാതെ ഇങ്ങനെ ഒരു ജോലി ചെയ്യുക. അതാണ്. അങ്ങനെ ഞാൻ യാതൊരു അർത്ഥവും ഇല്ലാതെ ഞാൻ എന്തിനാ എന്നെ ഇങ്ങനെ നടത്തണ്ട കേട്ടോ. വെറുതെ ഞാനെന്തിനാ കയ്യിലും കുത്തി നടക്കണേ? യാതൊരു അർത്ഥവുമില്ലാതെ ഇങ്ങനെ നിന്റെ പുറകെ ഞാൻ എന്തിനാണ് നടക്കുന്നത്? ഇതാണ്. ക്ലിയറായെന്ന് തോന്നുന്നു. അതാണ്. അതുകൊണ്ട് വേറെയാണ് വിചാരമെങ്കിൽ നേരമായതു ചൊല്ലുവാൻ, വെറുതെ ഞാൻ എന്തിനെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ്. അവിടെ മലബാറിലെ ആ മരപ്പണിയുടെ തൊഴിൽ സംസ്കാരത്തിൽ നിന്നൊരു പ്രയോഗം എടുത്ത് ഭംഗിയാക്കി ഉപയോഗിച്ചിരിക്കുന്നുണ്ടല്ലേ, കയ്യിലും കുത്തി നടക്കുക. വ്യക്തമായെന്ന് തോന്നുന്നു അത്. കയ്യിലും കുത്തി നടക്കുക എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ലാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക. അതാണല്ലോ ആ മൂത്താശാരി ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ കയ്യിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കയ്യിലൊന്നും വിൽപ്പനയ്ക്കും വെക്കിലും ഒന്നുമില്ല. അവിടെ വലിയ കച്ചവടം നടക്കുന്ന സ്ഥലമാണ്. അപ്പം ഞാനെന്തിന് വെറുതെ അതുപോലെ കയ്യിലും കുത്തി വെറുതെ ഇങ്ങനെ നടക്കുന്നത്? യാതൊരു അർത്ഥമില്ലാതെ ഒരു കാര്യം ചെയ്യുന്നതിനാണ് കയ്യിലും കുത്തി നടക്കുക എന്ന് പറഞ്ഞാൽ. അർത്ഥമില്ലാതെ ഞാൻ എന്തിനാണ് നടക്കുന്നത്? വേറെയാണ് വിചാരമെങ്കിൽ നേരായി നീ ഇപ്പോൾ തന്നെ ഇത് പറയുക. നേരത്തെ പറഞ്ഞല്ലോ, നിർബാധാവിൻ്റെ നിർബന്ധപ്രകാരമാണ് കെ രാഘവൻ മാസ്റ്റർ തന്നെ ഈ പാട്ട് പാടിയത്. ശൃംഗാരവും വൈകാരികതയും കൂട്ടിയിണക്കിക്കൊണ്ടാണ് രാഘവൻ മാസ്റ്റർ ഈ പാട്ട് പാടിയിട്ടുള്ളത്. ഈ പാട്ടിനെ പറ്റി വി.ടി. മുരളി എന്ന് പറയുന്ന ഗായകൻ, അദ്ദേഹം രാഘവൻ മാസ്റ്ററുടെ കൊപ്പം സന്തത സഹചാരിയായിട്ട് ജീവിച്ച ആൾക്കാരിൽ ഒരാളാണ്. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. വി.ടി. മുരളി പാടിയ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പാട്ട് പാടി നോക്കിയാലേ അറിയുകയുള്ളൂ. നമുക്ക് പെട്ടെന്ന് തോന്നുന്നു ഈ പാട്ട് എളുപ്പമാണ് പാടാനെന്ന്. പക്ഷെ പാടി നോക്കിയാലേ അറിയുകയുള്ളൂ ഈ പാട്ടിനുള്ളിലെ ചുഴികൾ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വി.ടി. മുരളി നടത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം, മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിലാണ് ഈ പാട്ട് രചിച്ചിട്ടുള്ളത്, വടക്കേ മലബാറിൻ്റെ ഈണം. ഈ മാപ്പിളപ്പാട്ട് തന്നെ കേരളത്തിൽ പിന്നീട് സ്റ്റേജുകളിൽ ഇപ്പോൾ റിയാലിറ്റി ഷോ വരെയുണ്ട് അല്ലേ? റിയാലിറ്റി ഷോ വരെയുണ്ട് മാപ്പിളപ്പാട്ട് ഉണ്ടായിരുന്നു. അപ്പം ഈ തരത്തിൽ മാപ്പിളപ്പാട്ട് പിന്നീട് നമ്മുടെ സമൂഹത്തിൽ വളരെ സജീവമായി തീർന്നത്, നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് മാപ്പിളപ്പാട്ട് അതിൻ്റെ ഇടുങ്ങിയ ഇടങ്ങളിൽ നിന്നും മാറി പൊതുധാരകളിലേക്ക് മാപ്പിളപ്പാട്ട് വരാൻ ഇടയായ സാഹചര്യം ഈ കായലരികത്തെന്നുള്ള പാട്ട് വന്നതിന് ശേഷമാണ്. ഇത്ര വലിയ വിപ്ലവമാണ് ഈ പാട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. 2 വിപ്ലവങ്ങളാണ്. ഒന്ന് ഇത്, മറ്റൊന്ന് നമ്മൾ ഈ സിനിമയിലെ പുരോഗമനപരമായ പ്രണയം എന്ന സങ്കല്പത്തിനകത്ത് മുസ്ലിം സമുദായ സംസ്കൃതിയെ കൂടി, ഇസ്ലാം സംസ്കൃതിയെ കൂടി, അതിൻ്റെ പ്രണയാർദ്രതയെ കൂടി ചേർത്ത് വയ്ക്കാൻ പി ഭാസ്കരൻ മാഷ് ശ്രമിച്ചതിൻ്റെ ഉൽപ്പന്നമാണിത്. അതുകൂടി മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് കായലരികത്ത് എന്ന പാട്ടിൻ്റെ ഈ പ്രണയപക്ഷത്തു നിന്നും സംസ്കാര സൂചനാപക്ഷത്തു നിന്നും പറയുവാനുള്ളത്. ഓക്കെ.